മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശി പോയിട്ട് കരുണയോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. മോളെ എന്ന് വിളിക്കുമ്പോൾ തന്നെ കരുണ ചോദിക്കണം, മുത്തശ്ശി എൻ്റെ വയറിന് എന്തോ കുഴപ്പം പോലെ എനിക്ക് തോന്നുന്നു, തൊട്ട് നോക്കുമ്പോൾ ഒരു കനോ ഒന്നുമില്ല, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ മുത്തശ്ശി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. മുത്തശ്ശി വെറും കരയാണ്. കരയുന്നത് കേൾക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയോട് വീണ്ടും വീണ്ടും കരുണ ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി, എന്താ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പറ്റി മോളെ, നമ്മൾ വെച്ച ആ വിഷപ്പായസമാണ് മോള് കുടിച്ചിരിക്കുന്നത്. ഞങ്ങൾ മറുമരുന്ന് കൊണ്ടുവന്നിട്ടാണ് മോളെങ്കിലും രക്ഷപ്പെടാൻ സാധിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ മോളുടെ കാര്യം കഷ്ടത്തിലാകുമായിരുന്നു. അവളെ നമ്മളെ എപ്പോഴൊക്കെ തീർക്കാൻ ശ്രമിച്ചിരിക്കണോ അപ്പോഴെല്ലാം നമുക്ക് തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. മോളെ, എങ്ങനെയാണ് ആ പായസം മാറിയതെന്ന് അറിയില്ല എന്നെല്ലാം മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ കുഞ്ഞും പോയി എന്നിങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ കരുണയ്ക്ക് ആകെ സമനില തെറ്റാണ് കേട്ടോ. എന്താ നിങ്ങൾ പറയുന്നത്? മുത്തശ്ശി ഒരിക്കലും മുത്തശ്ശി എന്നല്ലാതെ വേറൊന്നും കരുണ വിളിച്ചിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നത്? എങ്ങനെ സംഭവിച്ചു? അത് അവൾക്ക് വെച്ചിരിക്കുന്നതല്ലേ, ആ വിഷം ഞാൻ എങ്ങനെ കുടിച്ചു എന്ന് പറയുകയാണ്. എൻ്റെ കുഞ്ഞിന് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് കരുണ അലറി കരയാണ് കേട്ടോ. കണ്ടു നിൽക്കുന്നവർക്ക് സങ്കടം വരികയാണ്. കാരണം കരുണയ്ക്ക് കുഞ്ഞിനോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞിനോട് ഇപ്പോൾ അവൾക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങി. കാരണം മഹാലക്ഷ്മിയെ കളിപ്പിക്കണം എന്നുണ്ടെങ്കിലും മഹാലക്ഷ്മിയുടെ മുമ്പിൽ വിജയിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിലും ഒരു കുഞ്ഞ് അത്യാവശ്യമാണ് എന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ആ കുഞ്ഞിനെ അവൾ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് കരുണ അങ്ങനെ സമനില തെറ്റിയ പോലെ പെരുമാറുകയാണ് കേട്ടോ. ട്രിപ്പിട്ടത് വലിച്ചു കളയും, ബഹളം വയ്ക്കും, എല്ലാം ചെയ്യാണ്. ഡോക്ടർ വന്നിട്ട് പറയും, ഈ കുഞ്ഞിനെ നമുക്ക് അടക്കി നിർത്താൻ പറ്റില്ല, ഈ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയത് വിഷം കൊടുത്തിട്ട് വേറൊരാൾക്ക് വേണ്ടി വെച്ച വിഷമാണ് ഇവൾ കുടിച്ചത് എന്നൊന്നും അവർക്കറിയില്ല, ഡോക്ടർക്കറിയില്ല. ഡോക്ടർ പറയേണ്ട അവരാണ് ചെയ്തത്, ആ പുറത്ത് നിൽക്കണവരാണ്, അവരെന്താണെങ്കിലും ചെയ്യട്ടെ, ഈ കുട്ടി ആകെ സമനില തെറ്റിയ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത് എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം ഡോക്ടർ പുറത്ത് വന്നിട്ട് പറയാണ്, ആ കുട്ടിയെ ഈ കണ്ടീഷനിലാണെങ്കിൽ അതിന് വല്ല മെൻ്റൽ ഹോസ്പിറ്റലിൽ ആക്കേണ്ടി വരും, അതിൻ്റെ സമനില തെറ്റിക്കിടക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. കരുണയാണെങ്കിൽ ഒരേ കരച്ചിലും ബഹളവും, എനിക്കെൻ്റെ കുഞ്ഞ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞ് ബഹളം വെക്കുകയാണ് കേട്ടോ. അതെല്ലാം കണ്ടുകൊണ്ടാണ് പ്രതാപൻ നേരെ വീട്ടിലേക്ക് വരുന്നത്. വന്നത് മോഹിനി അങ്ങനെ കയറി കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. എന്താടി നീ എൻ്റെ മോൾക്ക് ചെയ്തത്? നിൻ്റെ ഒരു പിറന്നാൾ സദ്യ നിൻ്റെ മകൻ്റെ മരുമോനും മകളും കൂടിയിട്ട് എന്താടി എൻ്റെ കൊച്ചിന് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മോഹിനിയെ കുത്തിപ്പിടിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. അത് അടിക്കുന്ന സമയത്താണ് മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. തൊട്ടുപോകരുത് എൻ്റെ അമ്മയെ എന്നിങ്ങനെ മഹാലക്ഷ്മി പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപൻ വീണ്ടും ഒന്നും കൂടി മോഹിനിയെ പിടിച്ച് അമർക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ കേക്കിലോ ആ പായസത്തിലോ ഒരു വിഷവുമില്ല. പക്ഷേ എന്നെയും എൻ്റെ കണ്ണേട്ടനെയും ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ആ വിഷം ചേർത്തതാണ്. ആ വിഷം നിങ്ങളുടെ മോള് കഴിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണം ആ പായസം ഞാനും അവളും ഒരേ അളവിലാണ് കഴിച്ചത്. ആ കഴിച്ചത് കൊണ്ട് മാത്രം ഒരു കുഞ്ഞ് ഒരിക്കലും പോകില്ല. നിങ്ങളെ ഞാൻ ഇനി എൻ്റെ അമ്മയെ തൊട്ടിട്ടുണ്ട് പറഞ്ഞ് ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും പറയേണ്ടി വരും എന്നിങ്ങനെ പറയണം കേട്ടോ. എൻ്റെ കണ്ണേട്ടനെ സ്വാധീനം ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ കേസിൽ കുടുക്കിയിട്ട് പോലീസുകാർ കൊണ്ടുപോകും നിങ്ങളെ. അതിൻ്റെ പിന്നിൽ പല കേസുകളും തെളിയുമെന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ പ്രതാപന് ആകെ മൊത്തം അറിയാം, പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ പല പ്രശ്നങ്ങളും വരും. അതുകൊണ്ട് പ്രതാപൻ മെല്ലെ മോഹിനിൻ്റെ പിടുത്തം വിടുകയാണ് കേട്ടോ. അതിനുശേഷം മഹാലക്ഷ്മി പറയുന്നത്, നിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ഈ ചെയ്തുകൊണ്ട് കൂട്ടുന്നത്. ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് താക്കീത് തന്നു, പക്ഷെ നിങ്ങളതൊന്നും ചെവിക്കൊണ്ടില്ല. നിങ്ങൾ ഒരുപാട് കാലം മുമ്പ് ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ അമ്മയുടെ ദേഹത്ത് തൊട്ടു എങ്കിൽ ഞാൻ അപ്പോൾ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും എന്നിങ്ങനെ മഹാലക്ഷ്മി പറയാണ് കേട്ടോ. പ്രതാപന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. മോഹിനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പല പ്രാവശ്യം പ്രതാപന് തോന്നിയിട്ടുണ്ട്. കാരണം പ്രതാപനോട് മോഹിനി ഇടയ്ക്കിടയ്ക്ക് കോള് വെച്ച് സംസാരിക്കാറുണ്ടല്ലോ. അതേസമയം ആ പായസത്തിൽ കലർത്തിയ വിഷമാണ് എന്നുള്ളത് മഹാലക്ഷ്മി തിരിച്ചറിയുന്നുണ്ട്. തന്നെയും തന്നെ കണ്ണേട്ടനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അതിൽ നിന്ന് ദൈവം എന്നൊരു ശക്തിയുണ്ട്, അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് മോഹിനിയും ആ സത്യം അറിയണം കേട്ടോ. അതിനുശേഷം മോഹിനിയും മഹാലക്ഷ്മിയും കൂടി കരുണയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്.